എല്ലാം കൃത്യമായിട്ട് പതിഞ്ഞിട്ടുണ്ട്. താങ്ക് യു മാഡം. ഒരു പെൺകുട്ടിയുടെ കാര്യമായതുകൊണ്ടാ. ആ, താങ്ക് യു. തന്റെ മോന്റെ കാര്യം ആ കുഴപ്പമാണല്ലോടോ. അമ്മയും മോളും ഇപ്പൊ സ്റ്റേഷനിൽ വന്നിരുന്നു. തന്റെ മോനെ തൂക്കി കൊന്നിട്ടേ അവളുമാരിത് അവസാനിപ്പിക്കുന്ന തോന്നുന്നേ. ആ, തൽക്കാലം പേടിക്കണ്ട. കൊടുക്കാവുന്ന ഷോക്കൊക്കെ കൊടുത്ത് ഞാൻ പേടിപ്പിച്ച് വിട്ടിട്ടുണ്ട്. അതെ, ഇത് ഞാൻ വെറുതെ ചെയ്യുന്നതല്ല. കഴിഞ്ഞ ദിവസം കൊടുത്തു വിട്ടതിന്റെ നേരെ ഇരട്ടി എനിക്കെന്റെ വീട്ടിൽ കിട്ടിയിരിക്കണം. അതെ, കേസിന്റെ കാര്യവും പറഞ്ഞ് താനിനി എന്നെ വിളിക്കണ്ട. മനസ്സിലായോ? ഓ ശരി. എല്ലാം കൃത്യമായിട്ട് പതിഞ്ഞിട്ടുണ്ട്. താങ്ക് യു മാഡം. ഒരു പെൺകുട്ടിയുടെ കാര്യമായതുകൊണ്ടാ. ആ, താങ്ക് യു. അങ്ങനെ ഒരിക്കൽ കൂടി അപമാനിക്കപ്പെട്ടു അല്ലേ മോളെ? അത് സാരമില്ല സാർ. ഞങ്ങളെപ്പോലുള്ളവർക്ക് നീതി കിട്ടുന്നത് ഒരുപാട് വൈകിയല്ലേ. മൃദുല ചേച്ചി, ഇവളെ ഇങ്ങനെ തന്നെ വളർത്തണം കേട്ടോ. ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞ് പേടിപ്പിച്ച് കളയരുത്. പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിച്ച് തന്നെ വളരട്ടെ. ഇന്നത്തോടെ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ഇനി ഒന്നും വിട്ടുകൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ മോളെയും കൊണ്ട് ഞാൻ ഫൈറ്റ് ചെയ്യും. ഇക്കാര്യത്തില് ഇനി നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. നിങ്ങളോട് അപമര്യാദയായിട്ട് പെരുമാറിയ ആ CI ഇല്ലേ, അയാൾ ശിക്ഷിക്കപ്പെട്ടിരിക്കും. അധികം വൈകാതെ തന്നെ. അന്തസ്സുള്ളൊരു പെണ്ണ് ആ പോലീസ് സ്റ്റേഷനിലുണ്ട്. ASI ജയ മാഡം. അവരെടുത്തുനിന്ന് തെളിവ് മതി അയാളെ പൂട്ടാൻ. മോള് പഠിക്കണ്ട. നിനക്ക് സംഭവിച്ച നാണക്കേടൊക്കെ നമ്മൾ കഴുകി കളഞ്ഞിരിക്കും. കേട്ടോ മോളെ? സത്യം പറഞ്ഞ ഇത്രയും കാലം ബുദ്ധിയില്ലായ്മ കാണിച്ച് നമ്മളെ ചതിച്ചതിന് രണ്ടുപേരും കൊല്ലുകയാ വേണ്ടത്. അന്ന് അവള് കൃത്യമായിട്ട് മൊഴി പറഞ്ഞിരുന്നെങ്കിൽ അച്ഛന് ഈ കടപ്പ് കിടക്കേണ്ടി വരില്ലായിരുന്നു. എന്നിട്ട് ഇപ്പൊ എന്താ അവര് പറഞ്ഞേ? CI സാറും ഞാനും ചേർന്ന് ഭീഷണിപ്പെടുത്തി. ഈ കേസിൽ അവളാണ് അകപ്പെടാൻ പോകുന്നതെന്ന് വിശ്വസിപ്പിച്ചു. അത് കഴിഞ്ഞ് അവരെ രക്ഷിക്കണമെങ്കിൽ അച്ഛന് മാത്രമേ സാധിക്കുള്ളൂ. അതിന് അച്ഛൻ പുറത്തുണ്ടാവണമെന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശിയും മോളും ഒന്നടങ്ങി. കേസുമായിട്ട് കോടതിയിലെത്തുമ്പോൾ അവൾ അച്ഛന് അനുകൂലമായിട്ട് മൊഴി കൊടുക്കും. എനിക്ക് ഈ സ്ത്രീകളെ പൊതുവെ വിശ്വാസക്കുറവാ. ചതിക്കാൻ അറിയുന്ന സ്ത്രീകളാണെങ്കിൽ പിന്നെ ഒരു കാരണവശാലും നോക്കണ്ട. കോടതി വരെ കൊണ്ടുവന്ന് എത്തിച്ചിട്ട് വീണ്ടും ഓട് വാക്ക് മാറിയാലോ? അങ്ങനെ ഒരു വാക്കുമാറ്റം ഉണ്ടായ അതിനപ്പുറത്തേക്ക് ഒരു വാക്കോളം മിണ്ടില്ല. തീർക്കും ഞാൻ അവളെ. അച്ഛൻ പേടിക്കണ്ട. CI സാർ ഞാനും ഇടയ്ക്കിടയ്ക്ക് വിളിച്ചവരെ കണ്ടോളാം. CIയോട് ഒരു കാര്യം കൂടി പറഞ്ഞേക്ക്. എന്താ? അത്യാവശ്യം കനമുള്ളൊരു കേസ് പ്രിയങ്കയുടെ തലയിൽ കെട്ടിവെക്കണം. അതിപ്പോ കണിമംഗലംകാരുടെ പരാതി എന്ന് കള്ളം പറഞ്ഞാലും കുഴപ്പമില്ല. അവള് പേടിക്കണം, പേടിച്ചൊതുങ്ങണം. അതിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ
നമ്മുടെ സഹായം മാത്രമേ മാർഗമുള്ളൂ എന്ന് അവള് മനസ്സിലാക്കണം. ആരെ ഒതുക്കിയിട്ടാണെങ്കിലും ചവിട്ടിയിട്ടാണെങ്കിലും നമുക്ക് മുകളിലേക്ക് പോകാനേ പറ്റൂ. അതൊന്ന് കഴിഞ്ഞോട്ടടാ. എന്നിട്ട് മുത്തശ്ശിക്കും മോൾക്കും വിരുന്ന് കൊടുക്കാൻ നമുക്ക്. ഈ കമ്പി അഴികൾക്കിപ്പുറം നിന്നാലും അച്ഛൻ തരുന്നൊരു ഊർജ്ജം ഉണ്ടല്ലോ, അത് പുറത്തെ 1000 കാര്യങ്ങൾ ഒരുമിച്ച് തീർക്കാനുള്ളതുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അച്ഛനൊന്ന് വിശ്രമിച്ചോ. ഞാനുണ്ട് ബാക്കി കാര്യങ്ങൾക്ക്. ആ, വിശ്രമിക്കണം. പക്ഷെ ഇനി ഒരാളും തലപൊക്കില്ലെന്ന് ഉറപ്പ് വന്നിട്ട് മാത്രം. എടുക്കാനുള്ള തല കുറച്ചുണ്ട്, അതൊക്കെ അതിന്റെ വഴിക്ക് വന്നോളും. പോലീസ് സ്റ്റേഷനിലൊക്കെ നിനക്കൊക്കെ എന്താടി അവകാശം? ഇവിടെ അവകാശവും അധികാരവും എനിക്കാ. ഞാനാ പറയുന്നത്. നീയൊക്കെ അങ്ങനെ ഒരു പരാതി തന്നിട്ടില്ല. നിനക്കൊക്കെ റെസീപ്റ്റ് തരാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. ഇറങ്ങടി പുറത്ത്. ഇറങ്ങാറില്ലടി പറഞ്ഞത്. പറ്റില്ല സർ, തന്ന പരാതിയുടെ റെസിപ്റ്റ് കിട്ടാതെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങില്ല. ഇറങ്ങാറില്ലടി പറഞ്ഞത്. അമ്മേ സർ, സർ നോ. എന്റെ അമ്മയൊന്നും ചെയ്യരുത്. മാറിക്കാൻ പറഞ്ഞില്ലേ? നീ ആരോടി? സർ, അയ്യോ. എന്തായാലും വരുണമോൾ അവരെ സഹായിക്കാൻ തീരുമാനിച്ച നന്നായി. സമൂഹത്തിൽ ഒരുപാട് സ്ത്രീകൾ ഇത്തരം ചൂഷണങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അവർക്ക് പലപ്പോഴും ചോദിക്കാനോ പറയാനോ ആരും കാണില്ല. അത് തന്നെയാ അവരെ ദ്രോഹിക്കുന്നവരുടെ ധൈര്യവും. ഫിദ, ഇവിടെ രണ്ടുണ്ട് കാര്യം. ആ പെൺകുട്ടിയെയും അവളുടെ അമ്മയെയും നമുക്ക് സഹായിക്കാനും പറ്റും. ഈ പ്രശ്നത്തിന് ആ കുഴപ്പക്കാരനായ സിയെ നമുക്ക് കൊടുക്കാനും പറ്റും. അത് ശരിയാണല്ലോ മോളെ. നിന്നെയും വരുണിനെയും നിങ്ങളുടെ മുത്തശ്ശിയെയും ഇത്രമാത്രം ബുദ്ധിമുട്ടിച്ച ഒരാളെ ഒരു കണക്ക് പറയിപ്പിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ കൺമുമ്പിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അതെന്തായാലും ചെറിയ കാര്യമല്ലല്ലോ. ഇക്കാര്യത്തിൽ ഇടപെട്ട് തുടങ്ങിയപ്പോ വരുണ എന്നോട് പറഞ്ഞത് തന്നെയാ. അയാളെ ഇനി അങ്ങനെ വിടാൻ പറ്റില്ല മാഡം. അയാളെ ഒരു പാഠം പഠിപ്പിക്കണം. മനുഷ്യരുടെ സങ്കടത്തിന്റെ വില എന്താന്ന് അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. അത്തരക്കാരെ പഠിപ്പിക്കാനൊക്കെ പോകുന്നത് വെറുതെ. അവര് പ്രത്യേകിച്ച് ഒന്നും പഠിക്കാൻ പോകുന്നില്ല.